ഓക്കെ, ഇവിടെ എന്തായാലും ഷിജു ഖാനും ബി ജെ വിഷ്ണു തമ്മിലുള്ള തർക്കം ശശികുമാർ സാർ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. താങ്കളൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ വേണം. നിജേഷിനോട് കൂടി പോകാനുണ്ട്. ഇവിടെ പ്രശ്നം വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഗവർണർ എന്തിനാണ് ചാൻസലർ ആകുന്നതെന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഗവർണർ തന്നെ ചാൻസലർ ആകണമെന്ന് UGCയുടെ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ കേന്ദ്ര സർവകലാശാലകളിലെല്ലാം വർഷങ്ങളായി പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് വിസിറ്ററായിരിക്കുന്നത്. അപ്പം ഒരു വൈസ് ചാൻസലർമാരെല്ലാം നിയമിക്കാനായിട്ട് സെലക്ഷൻ കമ്മിറ്റിയെ തീരുമാനിച്ചാലും അവസാനം പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഒപ്പുവയ്ക്കണം. അതുപോലെ കേരളത്തിലും പല സംസ്ഥാനങ്ങളിലും ഗവർണർ തന്നെയാണ് ചാൻസലറായിരിക്കുന്നത്. അതിന് കാര്യം വെച്ചാൽ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിലാണ്. അല്ലാതെ ശിവൻകുട്ടിയെയോ ബിന്ദുവിനെയോ അല്ലെ എന്നെയോ ഷിജു ഖാനെയോ അവിടെ ചാൻസലറാക്കി വെച്ചാൽ ജനം വിശ്വസിക്കില്ല. അപ്പോൾ ജനത്തിനൊരു വിശ്വാസം ഉണ്ടാകണം. അത് ഓഫീസ് ഓഫ് ദ ഗവർണർ എന്നുള്ള അർത്ഥത്തിലാണ്. ആ നിലയിലാണ് കാണുന്നത്. അല്ലാതെ മാറ്റിക്കൂടാന്നില്ല, മാറ്റാനാവാം. പക്ഷേ അതെല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസ്യതയെ ദോഷകരമായിരിക്കും. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും വിദേശത്തേക്ക് അയക്കുന്നത്. ഷിജു, ഞാൻ വരാം. നിജേഷിന് കൂടി ഒരു അവസരം കൊടുത്തിട്ട് വരാം. ശുദ്ധ അസംബന്ധമാണ്. ശരി, ഞാൻ തരാം, സമയം തരാം. ശരി, ഞാൻ തരാം, സമയം തരാം. വിദ്യാഭ്യാസം ചെയ്യാൻ പോയാൽ അതെല്ലാം ഇവിടെ തകർന്നു. ശരി, ഷിജു, ഞാൻ വരാം. ഞാൻ തരാം. നിജേഷിനോട് ഞാൻ ശ്രീ ശശികുമാറിനെ നാളെ ക്ഷണിക്കുന്നു. ശരി സർവകലാശാല ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അങ്ങക്ക് അറിയാം, അങ്ങ് അവിടുത്തെ പൂർവ്വ ജീവനക്കാരനല്ലേ? ശരി. ലോകത്തിലെ നിരവധി രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശരി, ഷിജു, ഞാൻ വരാം. നിജേഷിന് കൂടി കോൺഗ്രസിന് കൂടി തുല്യ അവസരം കൊടുക്കേണ്ടതുണ്ട്. ഉള്ള ചാൻസലർ എന്ന് പറയുന്ന പദവി ഗവർണർക്കല്ല. ശരി. സമ്മതിച്ചല്ലോ. ഷിജു ഖാനും ആവാം, നാളെ ഷിജു ഖാനും ആവാം. കേരളത്തിലെ വിശ്വാസ്യത ഷിജു ഖാനും ആവാം. വിശ്വാസ്യതയില്ല. ആരിഫ് മുഹമ്മദ് ഖാനിലാണോ വിശ്വാസ്യത? ആരിഫ് മുഹമ്മദ് ഖാൻ ആരാ? എത്ര പാർട്ടികൾ കൂടുവിട്ട് കൂടുമാറിയാളാണ്. എന്ത് വിശ്വാസ്യത, എന്ത് സുതാര്യത, എന്ത് രാഷ്ട്രീയ നൈതികത? ശരി, ഷിജു. കോൺഗ്രസായി വിവിധ പാർട്ടികളായി ജീവിതത്തിൽ അദ്ദേഹത്തെ എത്ര ശരി. ഇനി വീണ്ടും തർക്കത്തിലേക്ക് പോകരുത്. ഞാൻ തിരിച്ചു വരാം. വിഷ്ണു ഇടപെടലേ, പ്ലീസ്. ശരി. ഒരു മിനിറ്റ്, ഞാൻ രണ്ടുപേർക്ക് സമയം തന്നിട്ടുണ്ട്. ഷിജു, ഞാൻ സമയം തന്നതാണ്. ഒരു മിനിറ്റ്. ഇല്ല, സമയം തന്നു. ഞാൻ തർക്കിക്കാനല്ല. ഞാൻ കോൺഗ്രസിലോട്ട് പോകുന്നുണ്ട്. വിഷ്ണു, ഞാൻ തരാം, സമയം തരാം. വിശ്വാസതയില്ലെന്ന് ഷിജു ഖാൻ പറയുമ്പോൾ ശബാരി ഉബീഗം കേസിൽ വിധി വന്നപ്പോൾ മുതലക്കുളത്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആരിഫ് മുഹമ്മദ് ഖാനെ മുതലക്കുളത്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ശരി. നമ്മുടെ വിഷയത്തിലേക്കല്ല, നമ്മുടെ വിഷയം മാറിപ്പോകരുത്. ശരി. വിഷ്ണു. ശരി, എനിക്കൊരു ഇടവേള വേണം. ശരി, ഒരു ഇടവേളയാണ്. ഇടവേളയിലേക്ക് പോകും.